ഉണ്ട്. ആളുകൾ ഭാര്യ മരിച്ചാൽ കരയാണ് ചെയ്യുക. ശുഷ്കമായ തത്വചിന്ത എഴുതി വയ്ക്കുകയല്ല. ശരിയാണ്. അത് നാലപ്പാടിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തതിനെപ്പറ്റി ദൃക്സാക്ഷിയായിട്ടുള്ള ബാലാമണിയമ്മ എഴുതിയത് വായിക്കണം. അദ്ദേഹം കസേരയിൽ വന്നു വീണ് പൊട്ടി പൊട്ടി കരഞ്ഞത് പുരുഷന്മാർക്ക് അറിയില്ല എന്ന് കരുതിയിരുന്ന തനിക്കൊരു അത്ഭുതമായി എന്നാണ്. അദ്ദേഹം ദുഃഖം വന്നപ്പോൾ ഞാനൊരു പുരുഷനാണ് എന്ന് അഭിമാനിച്ച് അത് കടിച്ചമർത്തി അഭിനയിച്ച് ഇരുന്നില്ല, വേണ്ടുവോളം കരഞ്ഞു. പിന്നെയാണ് ഈ കവിത വരുന്നത്. അതായത് അവനവൻ്റെ ദുഃഖത്തിൽ നിന്ന് സ്വയം കരകയറുന്നൊരു പ്രോസസ്സാണത്. വേറെ ചിലരെഴുതി ഭക്തിവിരഹത്തിൽ കരയുമ്പോൾ സ്വയം തത്വചിന്ത ചെയ്യുന്നത് കൃത്രിമമാണ്, അപക്വമാണ്. അതിനൊക്കെ പക്വമതികളും സ്ഥിതപ്രജ്ഞരുമായ ജീവിതം കണ്ടറിഞ്ഞ വസിഷ്ഠനെ പോലുള്ളവർ വേണം. അങ്ങനെ ആയാലേ തത്വചിന്തയ്ക്ക് ആസ്വാദ്യതയും സ്വാഭാവികതയും വരൂ എന്നാണ്. ഇതൊരു പ്രത്യേക തരം വഴിവിട്ട ചിന്താഗതിയാണ്. ഒരുപക്ഷെ കേരളവർമ്മ കോയിത്തമ്പുരാൻ്റെയോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കളരിയിലെയോ ഒക്കെ പഴയ യാഥാസ്ഥിതിക സമ്പ്രദായത്തിൻ്റെ ഒരു ബാക്കി പത്രം. ഭാരതീയൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവത്തിനും ചില നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയ പോലെ കാവ്യത്തിനും ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കി അതിനെ പ്രവഹിക്കാൻ അനുവദിക്കാത്ത യാഥാസ്ഥിതികത്വത്തിൻ്റെ ബാക്കിയാണ് എന്ന് നമുക്ക് പറയാം. മരണം ഒരു പ്രഹേളികയാണ്. അതിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ദുഃഖിക്കുന്നവൻ കരഞ്ഞാൽ മതി, സമാശ്വാസനത്തിനും തത്വചിന്തയ്ക്കും വേറെ ആളുണ്ട് യോഗ്യന്മാർ എന്ന് പറയുന്നവർക്ക് മനസ്സിലാകാത്ത ചിലത് ഈ ലോകത്തിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നിയമത്തിനും ആചാരത്തിനും മുകളിലുള്ള ഒന്നാണത്. വിലാപകാവ്യത്തിന് യോഗിനീ വൃത്തം ഉപയോഗിക്കണം, അതിൽ പ്രാസദീക്ഷ വേണം. വിതുരൻ അജനെപ്പോലെ 5 ശ്ലോകത്തിൽ തൻ്റെ ജാഡ്യാവസ്ഥ ഒതുക്കണം. ഒരിടവേളയ്ക്ക് ശേഷം ശിഷ്യൻ മുഖേന വസിഷ്ഠൻ അജന് ഉപദേശം കൊടുക്കുന്നത് പോലെ ഒരു സ്ഥിതപ്രജ്ഞൻ വന്ന് ഉപദേശിക്കുന്ന ശ്ലോകങ്ങൾ വേണം. അതിൻ്റെ പൂർവ്വഭാഗമായിട്ട് മരിച്ച സ്ത്രീയുടെ പൂർവ്വകഥയും ഉത്തരഭാഗമായിട്ട് തത്വചിന്തയും വരണം. ഈ നിയമം കൊണ്ട് അല്ലെങ്കിൽ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വിലാപകാവ്യത്തിൽ എങ്ങനെയാണ് ആ ദുഃഖം സഹിക്കുന്നവൻ്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ ആത്മാംശം ഉണ്ടാവുക? ഒരു ഉടുപ്പ് ആദ്യം ഉണ്ടാക്കി വെച്ച് അത് എത്ര ചെറുതായാലും ശരി അതിൻ്റെ ഉള്ളിക്കൊണ്ട് ഒതുങ്ങിക്കൂടുക, അതിന് ശ്രമിക്കുന്ന ഒരു പരിഹാസ്യ രൂപമല്ലേ ഇങ്ങനെയുള്ളൊരു ചട്ടക്കൂട്ടിലേക്ക് പോണത്. അതുകൊണ്ടാണ് കാളിദാസന് ശേഷം അദ്ദേഹത്തെ അനുകരിച്ചെഴുതിയ കവികൾ കാവ്യത്തെ കൊന്നു കുഴിച്ചു മൂടിയത്. എന്നാലോചിച്ച് നോക്കൂ. നാലപ്പാടൻ തൻ്റെ മാനസികാവസ്ഥയെ 5 വരികളിൽ ഒതുക്കുന്നു. പിന്നെ അന്നത്തെ സ്ഥിതപ്രജ്ഞനായ ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനാണ്, ഗാന്ധിജി വന്നൊരു ഉപദേശം കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം ആദിവമ്മ ജനിച്ച മുതൽ മരിച്ചവരെയുള്ള ചരിത്രം പറയുന്നു. അത് കഴിഞ്ഞിട്ട് തൻ്റെ തത്വചിന്ത കുത്തിക്കയറ്റുന്നു. ഇങ്ങനൊരു കാവ്യം നാലപ്പാടൻ എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹം മറ്റൊരു യാഥാസ്ഥിതിക പണ്ഡിതനാവുമായിരുന്നു. നാലപ്പാടനാവുമായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊട്ട് സാധ്യവുമല്ല. സ്വന്തം മനസ്സിൽ തോന്നിയത് അദ്ദേഹം നമ്മോട് സംവദിക്കുകയാണ്, പറയുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ വാക്കുമില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകാത്തതായിട്ട്. തത്വചിന്ത ചെയ്യാൻ ഒരാളുടെ യോഗ്യത എന്ത്, അയാളുടെ സ്ഥിതപ്രജ്ഞത എത്ര എന്നൊക്കെ നോക്കുന്നവർക്ക് ഇത് ഇത്തിരി ദഹിക്കാൻ പ്രയാസമാവും. ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ തത്വചിന്തയിൽ എടുത്തവർക്ക് മാത്രമേ തത്വചിന്ത പറയാൻ പാടൂ എന്നുണ്ടോ? ഇപ്പൊക്കെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാൽ മാത്രമേ അത് തത്വചിന്തയുള്ളൂ. നമ്മളെപ്പോലുള്ള അതിലൊന്നും ബിരുദം എടുക്കാത്ത ആൾക്കാർ പറഞ്ഞാൽ അത് തത്വചിന്ത അല്ല എന്ന് പോലും ആളുകൾ വിചാരിക്കുന്നുണ്ട്. അത്രയ്ക്ക് മോശമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഹൃദയം, സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രകാശം പരക്കും. അതിനെ അറിവ് എന്ന് വിളിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല അറിവ്, ഏറ്റവും നല്ല തത്വചിന്തയും. വിശിഷ്ടമായ ചില പ്രവൃത്തികളും വിശിഷ്ടരായ ചില വ്യക്തികളും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരിക്കും. ലീലമെത്രാനെ പോലെ, ബുദ്ധനെ പോലെ, ജിനനെ പോലെ, കൃഷ്ണനെ പോലെയൊക്കെ അവരെപ്പോലെയൊക്കെ ആവാൻ പ്രയാസമായിരിക്കാം. പക്ഷേ പ്രയാസമുള്ള കൃത്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടായിരിക്കും, ഇല്ലേ? ഉണ്ടായിക്കൂടാന്നുണ്ടോ? നാലപ്പാടിനെ ആ ഇനത്തിൽ വേണം നമുക്ക് പെടുത്താൻ. പൗരസ്ത്യദീപം തർജ്ജമയും സന്യാസത്തിനുള്ള മാനസികമായ തയ്യാറെടുപ്പുമൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടാണ് ഈ ഹൃദയം മൃത്യുവിനെ, ഭാര്യയുടെ മരണത്തെ മുഖാമുഖം കാണുന്നത് എന്ന് ആലോചിക്കണം. തത്വചിന്ത ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരാൾ, അത്രയും ഗൗരവമുള്ള ഒരാപത്ത് തൻ്റെ മേൽ വന്നു വീഴുമ്പോൾ സ്വാഭാവികമായി എന്ത് ചിന്തിക്കുമോ
ആ ചിന്തകളാണ് കണ്ണുനീർത്തുള്ളിയിൽ കാണുക. അതൊരു കൃതിയുടെയും പദാനുപത തർജ്ജമയല്ല. ഏതൊരു കവിക്കും അയാൾ പരന്ന വായനാശീലമുള്ള ആളാണെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും നമ്മൾ വായിച്ചിട്ടുള്ള ആസ്വദിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളിലെ ചില വരികൾ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവാം. ആ വരികൾ കവിയുടെ ഉള്ളിൽ കിടന്ന് വളർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വളം വലിച്ചെടുത്ത് വളരെ കാലത്തിനു ശേഷം പൂവും കായും അണിയാം. ആദ്യത്തെ വിത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് കവിയുടെ അനുഭവം കൊണ്ട് അതിനെ സ്വാംശീകരിച്ചതിലാണ്. ഇത്തരം സാദൃശ്യങ്ങൾ മാത്രം നോക്കി എല്ലാ കവികളും മോഷണം ചെയ്തു തരാണെന്ന് മുദ്ര കുത്തുന്നതിൽ വലിയൊരു പന്തികേടുണ്ട്. പദാനുപത തർജ്ജമ ചെയ്ത് അത് തർജ്ജമയാണെന്ന് പറയാതിരിക്കുക, കോളറിഞ്ചിനെ പോലെ മറ്റുള്ളവരുടെ കവിത തൻ്റേതാണെന്ന മട്ടിൽ പ്രസിദ്ധീകരിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത വിധം ഋജുബുദ്ധിയും അന്തസ്സുള്ളവരും സത്യസന്ധനും ആയിരുന്നു കണ്ണുനീർത്തുള്ളിയുടെ കവി. അതിന് എത്രയോ സാക്ഷ്യപത്രങ്ങൾ നമുക്കുണ്ട്. പൗരസ്ത്യദീപവും പാവങ്ങളും പദാനുപത തർജ്ജമകളാണ്. മൂലഗ്രന്ഥകാരൻ്റെ ആശയങ്ങൾ ചോർന്നു പോകാതെയും തൻ്റേതായ ഒറ്റപ്പദം കൂടി അധികം ചേർക്കാതെയും അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതാണല്ലോ നല്ല തർജ്ജമയുടെ മുഖലക്ഷണം. പാവങ്ങളിലും പൗരസ്ത്യദീപത്തിലും അത് ചെയ്ത സത്യസന്ധനായ കവിക്ക് ഇൻ മെമ്മോറിയം തർജ്ജമ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതേ ശൈലിയിൽ അത് നിർവഹിക്കുമായിരുന്നു. അതുണ്ടാവാത്ത സ്ഥിതിക്ക് നരങ്ക്രമാൽത്തൻ്റെ ശവം ചവിട്ടിപ്പോകുന്നൊരു പോക്ക് പണ്ടെപ്പോഴോ മനസ്സിൽ പതിഞ്ഞ ഒരു പദ്യശകലത്തിൻ്റെ തികട്ടി വരലാവാനാണ് സാധ്യത.